അണലിയുടെ വാലിൻ്റെ ഭാഗത്ത് നമ്മൾ പോയി നിന്നാലും മതി, ഇതിന് 360 ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവ് അണലിക്കുണ്ട്. പിന്നെ അണലി എണീറ്റ് ചാടി നമ്മളെ കടിക്കും. അപ്പോൾ അണലി നമ്മളധികം റെസ്ക്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ വാലിൽ പോലും അധികം അങ്ങനെ പിടിക്കാറില്ല. ഞാനൊന്നും ഇതുവരെ അണലി അങ്ങനെ പിടിച്ചിട്ടുണ്ട്, വാലിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര ഡേഞ്ചറാണ് അണലി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിഷപ്പല്ല് അണലിക്കാനുള്ളത്, നീളം കൂടിയ വിഷപ്പല്ലുള്ളത് അണലിക്കാണ്. കാരണം അത് അത്രയും വലിയ പല്ലാണ്. അത് നമ്മുടെ ഒരു ബൈറ്റിൽ തന്നെ നല്ല വെനം ഉള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത്രയും ടോക്സിക് ആയിട്ടുള്ള, വെനമസ് ആയിട്ടുള്ള, ഡേഞ്ചറായിട്ടുള്ള പാമ്പാണ്. പക്ഷെ മൂർഖൻ അങ്ങനെയല്ല. വെനമസ് ആണെങ്കിലും ടോക്സിക് ആണ് വെനം എങ്കിലും വളരെ വേഗത്തിൽ ആൻറ്റിവെനം ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ മൂർഖൻ പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്താണോ ചലിക്കുന്നത് അതാണത് ഫോക്കസ് ചെയ്യുന്നത്. കാരണം പാമ്പുകൾ എന്ന് പറയുന്നത് ബ്ലഡ് വിഷനാണ്. ഇവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഇല്ല. രാജവെമ്പാലയ്ക്ക് ഇച്ചിരി കൂടെ ക്ലിയർ ആണ്, പക്ഷേ മറ്റു പാമ്പുകൾക്ക് അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ അനങ്ങുന്നതാണിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇതിങ്ങനെ അനങ്ങുമ്പോൾ നമ്മൾ പുറകെ കൂടി വന്ന് എന്ത് ചെയ്താലും മൂർഖൻ അത് അങ്ങനെ കാര്യം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പത്തിയുടെ പുറകിലൊക്കെ ഉമ്മ വയ്ക്കുന്നതായിട്ട് കാണിക്കുക. പക്ഷെ അതെല്ലാം വളരെ ഡേഞ്ചറാണ്.